നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ ആൻഡ് എയർ മിക്സ് ടുഗദർ ഇൻ ദി ഡാഷ്. ഡീസൽ എഞ്ചിനിൽ എയറും ഫ്യൂവലും മിക്സ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവ് ഏതാണ്? കമ്പഷൻ ചേമ്പറിനകത്ത് വെച്ചിട്ട്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി യൂസ് ഓഫ് ഫ്ലൈ വീൽ ഈസ് ഡാഷ്. അതായത് ഫ്ലൈ വീലിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആവശ്യകത എന്താണ്? ടു സ്റ്റോർ ദി എനർജി. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്രഷൻ റേഷ്യോ ഓഫ് മോഡേൺ പെട്രോൾ എഞ്ചിൻ ഈസ് ഡാഷ്. അതായത് പുതിയതായിട്ട് യൂസ് ചെയ്യുന്ന പെട്രോൾ എഞ്ചിനുകളുണ്ടല്ലോ, അതിൻ്റെ കംപ്രഷൻ റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എത്രയാണ്? 10:1. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഓഫ് ഇ സി എം ഈസ് ഡാഷ്. അതായത് ഇ സി എമ്മിൻ്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ടു ചാർജ് ദി എഞ്ചിൻ അക്കോർഡിംഗ് ടു ദി റിക്വയർമെൻറ്റ്. അതായത് ആവശ്യത്തിന് എഞ്ചിൻ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയർ ഫ്യൂൽ മിക്സ്ചർ ഷുഡ് ബി ലീൻ ഫോർ ഡാഷ്. അതായത് എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ടല്ലോ, അത് വളരെ ലീനായിട്ട് കൊടുക്കുന്നത് ഏത് കണ്ടീഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് കണ്ടീഷനാണ്? ക്രഷിംഗ് ടൈമിലാണ് അത് ലീനായിട്ട് കൊടുക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ സിസ്റ്റം ദർ ഈസ് ഡാഷ്. അതായത് ത്രോട്ടിൽ ബോഡി ഇഞ്ചക്ഷൻ സിസ്റ്റത്തിൽ എന്തുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തുണ്ടാവും വെച്ചാൽ 1 ഇഞ്ചക്ടർ ഫോർ ദി എഞ്ചിൻ. ഒരു എഞ്ചിനിൽ ഒരു ഇഞ്ചക്ടർ ഉണ്ടാവുള്ളൂ. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ക്യാം ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ബേസ് സർക്കിൾ ആൻഡ് നോസ് ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ ക്യാമിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുന്നില്ലേ, അത് പറയുന്ന സമയത്ത് അതിൻ്റെ ബേസ് സർക്കിൾ മുതൽ നോസ് വരേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്താണ് പറയുക എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് പറയുന്നത്? ലിഫ്റ്റ് എന്നാണ് പറയുക. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി റേഷ്യോ ബിറ്റ്വീൻ ബി എച്ച് പി ആൻഡ് ഐ എച്ച് പി ഈസ് കാൾഡ് ഡാഷ്. അതായത് ബ്രേക്ക് ഹോഴ്സ് പവറിൻ്റെയും ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവറിൻ്റെയും റേഷ്യോ നമ്മൾ എന്താ പറയുക? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്നാണ് പറയുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയർ കംപ്രസർ ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. എയർ കംപ്രസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ടാണ്. എ ആണ് കറക്റ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ചോദിച്ചാൽ, ഒന്ന് മൾട്ടി പർപ്പസ്, ടു ലിഫ്റ്റ് കാർ ഓൺലി, ടു ലിഫ്റ്റ് ആൻഡ് റിമൂവ് ദ വീൽ, ടു ഗ്രൈൻഡ് ഇൻ ദ ചിസൽ. ഈ എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കാറ്റലിസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി റെഡ്യൂസിങ് കൺവേർട്ടർ ഈസ് ഡാഷ്. അതായത് കാറ്റലിസ്റ്റിക് കൺവേർട്ടർ ഉണ്ടല്ലോ, കാറ്റലിറ്റിക് കൺവേർട്ടറുകളിൽ റെഡ്യൂസിങ് കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? റോഡിയമാണ് റെഡ്യൂസിങ് കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പ്ലാറ്റിനം പലേഡിയം പറഞ്ഞ സംഭവം അതൊക്കെയാണ് ഓക്സിഡൈസിങ് കൺവേർട്ടറായിട്ടാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഞ്ചിൻ ആർ പി എം ഈസ് ചെക്ക്ഡ് ബൈ ഡാഷ്. എഞ്ചിൻ്റെ ആർ പി എം എന്തുകൊണ്ടാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ടാക്കോമീറ്റർ ഉപയോഗിച്ചാണ് ആർ പി എം ചെക്ക് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എഞ്ചിൻ യൂണിറ്റ് ടെമ്പറേച്ചർ ഗേജ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഡാഷ്. അതായത് എഞ്ചിൻ ടെമ്പറേച്ചർ ഗേജ് ഉണ്ടല്ലോ, അത് എവിടെയാണ് ഇമേഴ്സ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എവിടെയാണ്? വാട്ടറിനകത്തായിരിക്കും ടെമ്പറേച്ചർ ഇമേഴ്സ് ചെയ്തിട്ടുണ്ടാവുക. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻ ഇൻ ദി എഞ്ചിൻ എക്സോസ്റ്റ് ആർ ഡാഷ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് പൊല്യൂഷൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ഹൈഡ്രോ കാർബൺ, കാർബൺ മോണോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എൻഡ് ഓഫ് സ്റ്റാർട്ടർ വൈൻഡിങ് അറ്റാച്ച്ഡ് ടു ദി ഡാഷ്. അതായത് സ്റ്റാർട്ടർ വൈൻഡിൻ്റെ എൻഡിൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? ഡയോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ചാർക്കോൾ പാർട്ടിക്കൽ ഓഫ് ദി കാനിസ്റ്റർ അബ്സോർബ് ഡാഷ്. അതായത് കാനിസ്റ്ററിനകത്ത് ചാർക്കോൾ പാർട്ടിക്കൽ വെച്ചിട്ടുണ്ട്, അത് എന്ത് അബ്സോർബ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താണ്? കാർബൺ മോണോക്സൈഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്പേസ് റിക്വയർഡ് ടു അക്കോമഡേറ്റ് ദി റൊട്ടേറ്റിംഗ് ഫ്ലൈ വീൽ മാഗ്നറ്റോ ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിക്കുന്നത്, നമ്മുടെ ഫ്ലൈ വീലിൻ്റെ തലപ്പിൽ എന്തുണ്ടാവും? മാഗ്നറ്റോ വെച്ചിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ സ്പേസ് എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര വേണം വെച്ചാൽ വളരെ ലെസ് സ്പേസ് മതി. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദി ഇഗ്നീഷൻ ടൈമിംഗ് ക്യാൻ ബി ഡൺ ബൈ ഡാഷ്. അതായത് ഇഗ്നീഷൻ ടൈമിംഗ് ഉണ്ടല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പുതിയ ടെക്നോളജി പ്രകാരം എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. പുതിയ ടെക്നോളജി പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രോബോസ്കോപ്പ് ലൈറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൊൽമീറ്റർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രോബോസ്കോപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഷഡ് വൈപ്പർ ബ്ലേഡ് കേസസ് ഡാഷ്. അതായത് വൈപ്പർ ബ്ലേഡ് ഉണ്ടല്ലോ, പ്രഷഡ് വൈപ്പർ ബ്ലേഡിൻ്റെ എന്ത് ചാൻസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോയ്സ് ലെവൽ കൂടുതലായിരിക്കും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി യൂണിറ്റ് വിച്ച് കൺട്രോൾ ദി മാക്സിമം ഓയിൽ പ്രഷർ ഇൻ ദി ലൂബ്രിക്കേഷൻ സിസ്റ്റം. അതായത് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലെ ഓയിലിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ഏതാണ്? പ്രഷർ റിലീസ് വാൾവ്.
സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹോൺ ദി ഡയഫ്രം വൈബ്രേഷൻ പെർ സെക്കൻഡ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഹോൺ ഉണ്ടല്ലോ, ഹോണിൽ നമ്മുടെ ഡയഫ്രം ഉണ്ട്. ഡയഫ്രം ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം വൈബ്രേഷൻ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എത്ര പ്രാവശ്യം? 300 ടൈം. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി എൻജിൻ ഫാൻ ഇൻ ദി മാരുതി കാർ ഈസ് കൺട്രോൾഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ മാരുതി കാറുകളൊക്കെ ഉപയോഗിക്കുന്ന കൂളിംഗ് ഫാൻ ഉണ്ടല്ലോ, അത് എന്ത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പാണ്? ഇലക്ട്രിക്കൽ ടൈപ്പാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഹെഡ്ലൈറ്റ് പാർട്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ഇൻ ഡാഷ്. നമ്മുടെ ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പാർട്സ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഫ്ലാഷ് ഫിറ്റിംഗ് ടൈപ്പ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനിറോയ്ഡ് ഈസ് എ ഡിവൈസ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ. അനിറോയ്ഡ് എന്ന ഡിവൈസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ് സംഭവം? ഫോർ കൺട്രോളിങ് ദി എമിഷൻ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ് ഇത് അനിറോയ്ഡ് എന്ന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഫ്ലാഷർ ലൈറ്റ് ബൾബ് ഫ്ലാഷ് അറ്റ് ദി റേറ്റ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ഫ്ലാഷർ ലൈറ്റ് ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റർ ലൈറ്റ്, അത് എത്ര പ്രാവശ്യം ഫ്ലാഷ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര പ്രാവശ്യം? 80 പ്രാവശ്യം. ഒരു മിനിറ്റിൽ 80 പ്രാവശ്യം ഫ്ലാഷ് ചെയ്യും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീരിയസ് വൈൻഡിങ് ഓഫ് സോളിനോയിഡ് ഈസ് ജനറലി മെയ്ഡ് ഓഫ് ഡാഷ്. അതായത് സോളിനോയിഡ് ഉപയോഗിക്കുന്ന സീരിയസ് വൈൻഡ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെയായിരിക്കും വെച്ചാൽ തിക്ക് വയറായിരിക്കും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്റ്റാർട്ടർ ആർമേച്ചർ റൊട്ടേറ്റ് ഡ്യൂ ടു മാഗ്നറ്റിക് പോൾ ഡാഷ്. അതായത് മാഗ്നറ്റിക് പോളിനനുസരിച്ച് സ്റ്റാർട്ടർ ആർമേച്ചർ എങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരിക്കും വെച്ചാൽ അട്രാക്ഷനും ഉണ്ടാവും, റിപ്പൾഷൻ രണ്ടും ഉണ്ടാവും. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദി ഡൈനാമോ വോൾട്ടേജ് ഈസ് മോർ ദാൻ ദി ബാറ്ററി വോൾട്ടേജ് ദ വോൾട്ടേജ് ഫ്ലോ ടു ദി ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ബാറ്ററി വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് ഡൈനാമോ സപ്ലൈ ചെയ്യുന്നത്, അത് ഏതിലൂടെയാണ് സപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അത് ഷണ്ട് വൈൻഡിങ്ങിൻ്റെ സഹായത്തിലാണ് സപ്ലൈ ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഡാഷ്. ഡിസ്ട്രിബ്യൂട്ടർ ഷാഫ്റ്റ് എന്തിൻ്റെ സഹായത്തിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുഷ് ബിയറിങ്ങിൻ്റെ സഹായത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മെയിൻ പർപ്പസ് ഓഫ് എ പ്രഷർ റേഡിയേറ്റർ ക്യാപ്പ് ഈസ് ടു ഡാഷ്. അതായത് റേഡിയേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന പ്രഷർ ക്യാപ്പിന് അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. മെയിൻ പർപ്പസ് എന്താണ്? പ്രഷർ ദി സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ പ്രഷർ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മാക്സിമം വാല്യൂ ഓഫ് ആക്സിൽ ഫോഴ്സ് അറ്റ് ദി ക്ലച്ച് വെൻ എ ഡ്രൈവർ ക്യാൻ അപ്ലൈ വൈൽ ഡ്രൈവിംഗ് വിത്തൗട്ട് ഗെറ്റിംഗ് ഫ്രാക്ചർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലച്ച് നോർമലായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രൈവർ എത്ര പ്രഷർ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യണത്? വൈബ്രേഷനോ അല്ലെങ്കിൽ ഫ്രാക്ചറോ ആകാതെ റിലീസ് ചെയ്യാൻ എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എത്രയാണ്? 100 ന്യൂട്ടൺ പ്രഷർ കൊടുത്തിട്ട് വേണം അത് റിലീസ് ചെയ്യാൻ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് വേരിയബിൾ സ്റ്റിയറിംഗ് റേഷ്യോ ഈസ് അച്ചീവ്ഡ്. അതായത് വ്യത്യസ്ത സ്റ്റിയറിംഗ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് വോം ആൻഡ് റോളിംഗ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കമ്പോണൻറ്റ് ഓഫ് ദി ടോർക്ക് കൺവേർട്ടർ ദാറ്റ് അലോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടോർക്ക് ഈസ് ദി ഡാഷ്. അതായത് നമ്മുടെ ടോർക്ക് കൺവേർട്ടർ ഉണ്ട്. ടോർക്ക് കൺവേർട്ടറിൽ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിൻ്റെ പേര് ഏത് എന്നാണ്? ഡിവൈസിൻ്റെ പേര് സ്റ്റാറ്റർ എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാലിസ്ബറി ടൈപ്പ് റിയർ ആക്സിൽ കേസിംഗ് ഈസ് ആൾസോ നോൺ ആസ് ഡാഷ്. സാലിസ്ബറി ടൈപ്പ് റിയർ ആക്സിൽ ഉണ്ടല്ലോ, അതിൻ്റെ മറ്റൊരു പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ മറ്റൊരു പേര് യൂട്ടിലൈസ്ഡ് കാരിയർ കേസിംഗ് എന്നാണ് അതിന് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമം റൂം ഇൻ ദി എൻജിൻ കമ്പോണൻറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഡാഷ്. അതായത് മാക്സിമം റൂം സ്പേസ് കൊടുക്കുന്ന സസ്പെൻഷൻ ടൈപ്പ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതാണ് മാക്പേഴ്സൺ സ്റ്റഡ് ടൈപ്പ് സസ്പെൻഷനിലാണ് മാക്സിമം റൂം സ്പേസ് കൊടുക്കുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റിയറിംഗ് റേഷ്യോ ഫോർ മാനുവൽ സ്റ്റിയറിംഗ് ഓഫ് കാർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. അതായത് സ്റ്റിയറിംഗ് റേഷ്യോ ഉണ്ടല്ലോ, കാറിൻ്റെ മാനുവൽ സ്റ്റിയറിംഗ് റേഷ്യോ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എത്രയാണ്? 15:1 ആണ് സ്റ്റിയറിംഗ് റേഷ്യോ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പർപ്പസ് ഓഫ് ടയർ സ്നിപ്സ് ഈസ് ടു ഡാഷ്. അതായത് ടയർ സ്നിപ്സിൻ്റെ ആവശ്യം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഇൻക്രീസ് ദ ട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മാക്സിമം ഡിസ്ക് റൺ ഔട്ട് അലോ ഓൺ ദി വെഹിക്കിൾ ഈസ് ജനറലി ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ വെഹിക്കിളിലൊക്കെ ഉപയോഗിക്കുന്ന ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഡിസ്കിൻ്റെ റൺ ഔട്ട് മാക്സിമം എത്ര വരേക്ക് ആവാം എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര വരയ്ക്കുന്നത്? 0.01 mm വരേക്ക് അതിക്കുള്ളാകാൻ പാടില്ല. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് പ്രൊപ്പോർഷണൽ വാൾവ് ഈസ് നോട്ട് വർക്കിംഗ്. അതായത് നമ്മുടെ ബ്രേക്കിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊപ്പോർഷണൽ വാൾവ് ഉണ്ടല്ലോ, അത് വർക്കായില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് സംഭവിക്കും? ഫ്രണ്ട് ബ്രേക്ക് മേ ബി ലോക്ക്ഡ്. ഫ്രണ്ട് ബ്രേക്ക് എന്താവും? ലോക്ക് ആവും.
എ ആണ് കറക്റ്റ് ആൻസർ.